മുഖ്യ തെരഞ്ഞെടുപ്പ് അധ്യക്ഷനായ ഗ്യാനേഷ് കുമാർ പ്രതിപക്ഷത്തിന്റെ കൂടി അംഗീകാരം ലഭിക്കണമെങ്കിൽ നിർണായക നീക്കം നടത്തിയേ മതിയാകൂ എന്ന് മനസ്സിലാക്കി ഒടുവിൽ 18ാമത്തെ അടവ് പുറത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കോടതിയെ ധരിപ്പിക്കാൻ, സുപ്രീം കോടതിയെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് താൻ എന്ന് ഗ്യാനേഷ് കുമാർ പറഞ്ഞിരുന്ന കാര്യമാണ്. എന്നാൽ രാഹുൽ ഗാന്ധി അതിന് തയ്യാറായില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗ്യാനേഷ് കുമാറിന്റെ നിയമനം തന്നെ തടയണം എന്നുള്ള കാര്യമാണ്. അത് ഭരണഘടനാ വിരുദ്ധമായി ചെയ്തതാണ്, തന്റെ അനുമതിയോടുകൂടിയല്ല അത് നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. എന്നാൽ സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് തൽക്കാലം തടി തപ്പാനുള്ള ഒരു വിദ്യയാണ് ഗ്യാനേഷ് കുമാർ പ്രയോഗിക്കുന്നത്. നേരത്തെ ഇരുന്ന ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാർ അഴിമതി മുഴുവൻ കാട്ടിക്കൂട്ടി എന്നുള്ള ആരോപണം നിലനിൽക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ, അതും പാനലിലെ അംഗങ്ങൾ മുഴുവൻ പിന്തുണ നൽകാത്ത സാഹചര്യത്തിൽ കേവലം പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശുപാർശ പ്രകാരം നൽകിയതാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ബീഹാറിലെ വോട്ടിംഗ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു, EVM-മായി ഞങ്ങൾ സഹകരിക്കില്ല. EVM-മായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും. ഒരിക്കലും പ്രതിപക്ഷത്തെ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. ബീഹാറിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വോട്ട് ഷെയറിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. സീറ്റുകളുടെ എണ്ണത്തിൽ പോലും ഒന്ന് ഓർക്കണം, 125 സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ NDAക്ക് കിട്ടിയത്. വലിയ പ്രഹരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം EVM എന്നത്. എന്തുകൊണ്ട് പേപ്പർ ബാലറ്റ് സംവിധാനം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധ്യമല്ല എന്നതിന് ഉത്തരം പറഞ്ഞത്, ബാലറ്റ് പേപ്പർ നടപ്പിലാക്കിയാൽ അതിന് ചിലവേറും എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ബാലറ്റ് പേപ്പർ നടപ്പിലാക്കിയാൽ ചിലവ് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ ധനം അധികമായി ഉപയോഗിക്കാതെ തന്നെ എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും. എന്നാൽ അതിന്റെ വോട്ടെണ്ണലിന്റെ സാവകാശം, ഒരുപക്ഷെ ഹ്യൂമൻ ലേബർ, അതായത് മാൻ പവർ കൂടും. 1-2 ദിവസങ്ങൾ എടുക്കും ഒരുപക്ഷെ ഒരു മണ്ഡലത്തിലെ വോട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ. തരത്തിലേക്ക് ഒരു സാഹചര്യം വരും. കാരണം അങ്ങനെ എണ്ണുന്ന സാഹചര്യം വരുമ്പോൾ ഒരുപക്ഷെ റീകൗണ്ടിങ് ഉൾപ്പെടെയുള്ളത് പലരും ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഏറ്റവും സ്ലോ ആയി മാത്രമേ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ 14-13 റൗണ്ടുകൾ എണ്ണിക്കഴിയുന്ന സാഹചര്യം വരുമ്പോൾ ഓരോ റൗണ്ടിനും ശരാശരി 2-3 മണിക്കൂർ അധികമെടുക്കും, ദൈർഘ്യം കൂടും. അങ്ങനെ 14 റൗണ്ട് കണക്കാക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഏറ്റവും ചുരുങ്ങിയത് 1.5 ദിവസം അധികമെടുക്കും. ഈ സാഹചര്യം ഒഴിവാക്കാൻ 5 കൊല്ലത്തേക്ക് അയോഗ്യരായവരെ പിടിച്ച് പ്രധാന സ്ഥാനത്തേക്ക് ഇരുത്തുന്നതാണോ, അതോ ഇതിന് കാലതാമസം വന്നാലും യോഗ്യരായവരെ പിടിച്ച് സ്ഥാനത്തിരുത്തുന്നതാണോ ശരിയായ നിലപാടെന്ന് ഇലക്ഷൻ കമ്മീഷൻ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്.